പൂർണ്ണമായും നഗരമേഖലകൾ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ തൃശ്ശൂർ എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ തലസ്ഥാനത്ത് ഇത്തവണ ആര് വിജയിക്കും? ജോർജ് പുടിപ്പാറ മാധ്യമപ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് പുടിപ്പാറ, തൃശ്ശൂർ കോർപ്പറേഷനിൽ ആര് വിജയിക്കുമെന്ന ചോദ്യം നമ്മൾ പ്രത്യേകമായി മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഒരു കാരണം തൃശ്ശൂർ കഴിഞ്ഞ തവണ BJPക്കുണ്ടായ അസാധാരണ ഒരു വിജയ സാഹചര്യമാണ്. വലിയ ഭൂരിപക്ഷത്തിലുള്ള സുരേഷ് ഗോപിയുടെ വിജയം. ആ രാഷ്ട്രീയ അന്നത്തെ സാഹചര്യം തൃശ്ശൂരിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിലനിർത്താൻ BJPക്ക് കഴിയുമോ എന്നാണ്. കഴിയുമെന്ന് അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത അവിടെ കാണാൻ കഴിയുമോ? ഒരു സുരേഷ് ഗോപി എഫക്റ്റ്, ഒരു വ്യക്തിപരമായ എഫക്റ്റിനപ്പുറം BJPയുടെ രാഷ്ട്രീയ വോട്ടായി കോർപ്പറേഷൻ പ്രതിഫലിക്കുമോ? താങ്കളുടെ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. താങ്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യായവും, അതായത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ ഒരു രാഷ്ട്രീയ വോട്ടായിരുന്നില്ല. സത്യത്തിൽ അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ വോട്ടായിട്ട് കാണാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രിയനായിട്ടുള്ള ചലച്ചിത്ര നടൻ കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞതോടെ പരാജയപ്പെട്ടതിന് ശേഷം 5 വർഷമായിട്ട് തൃശ്ശൂർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, മാത്രമല്ല ഒരു പൊതു സ്വീകാര്യത, അദ്ദേഹത്തിന്റെ മാനുഷിക ആഭിമുഖ്യങ്ങൾക്ക് ജനം ഒരു വില കൊടുത്തിരുന്നു. അതാണ് സത്യത്തിൽ. അതിനകത്ത് ഇപ്പൊ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള ഒരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ സ്പർശമുള്ള, കുറെ കൂടി ആർദ്രതയുള്ള ആ ഒരു സമീപനത്തെ ആളുകൾ വിലമതിച്ചിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ മുഴുവൻ വോട്ടുകളും പാർട്ടി വോട്ടുകളാണ്, രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് വിലയിരുത്തിയാൽ നമുക്ക് വല്ലാതെ തെറ്റിപ്പോകും. മാത്രമല്ല, അന്ന് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റബിലിറ്റി, അന്ന് കിട്ടിയൊരു സ്വീകാര്യത, ആ ഒരു ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു അഫിനിറ്റി ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിലും MP എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്, പ്രതികരണങ്ങള്, അദ്ദേഹം ആളുകളോട് നടത്തുന്ന ഒരു സമീപനം, ഇതൊന്നും പൊതുജനത്തിന് അങ്ങനെ അങ്ങ് പഴയ പോലെ ആക്സെപ്റ്റബിൾ അല്ല. അദ്ദേഹത്തിന്റെ കലുങ്ക് യോഗങ്ങളൊക്കെ പലപ്പോഴും വലിയ വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പ്രതീക്ഷിച്ചത്ര ഉയർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആളുകൾക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള പോരാട്ടം അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിലിറ്റി ഉണ്ട് മറ്റു പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ഒരുപോലെ ആക്സെപ്റ്റബിലിറ്റി കിട്ടി. BJPക്ക് വലിയ തോതിൽ വോട്ടുകൾ കിട്ടി. UDFന്റെയും LDFന്റെയും വോട്ടുകൾ വൻതോതിൽ മറിഞ്ഞു. പ്രത്യേകിച്ച് ചില സമുദായ വിഭാഗങ്ങൾ, ഞാൻ സൂചിപ്പിക്കുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടുന്നു. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ പോലും LDFന് ലീഡ് കിട്ടിയതുമില്ല. കണ്ട കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് BJPക്ക് പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അന്നത്തെ സുരേഷ് ഗോപി അല്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപി. അന്നത്തെ BJP അന്ന് കിട്ടിയ ഒരു സ്വീകാര്യത അല്ല ഇപ്പൊ കിട്ടുന്നത്, ജനത്തിന്റെ ഹൃദയത്തിലുള്ളത് എന്ന് നമുക്ക് തൊട്ടറിയാൻ പറ്റും. മാത്രമല്ല, കഴിഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്രമേൽ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം സീറ്റുകൾ പിടിച്ച് ഒരു സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിൽ ഭരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ LDFന്റേതുള്ളത്. UDFും വളരെ ശക്തമായിട്ട് തന്നെ ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് പല ഘടകങ്ങളും അവർക്ക് അനുകൂലമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ CPI CPM തർക്കങ്ങള്, തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരുവന്നൂരിലെ ബാങ്കിലെ അഴിമതി, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ CPMന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എതിരായ ഒരു വികാരം അവിടെ ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ പറഞ്ഞ ലാഘവത്തിൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എന്നാൽ അത്ര എളുപ്പത്തിൽ UDFന് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇക്കുറിയും അവര് ഇപ്പോഴത്തെ പോലെ തന്നെ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്. മറിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനോടൊപ്പമോ അതിലധികമോ ഒരു ജനപിന്തുണ, അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. അത് തികഞ്ഞ രാഷ്ട്രീയതയല്ല. മോദി അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യന് ഒരു അവസരം കൊടുക്കാം. ഇത്രയും കാലം LDFും UDFും അല്ലേ ഭരിച്ചത്, അവരല്ലേ തെരഞ്ഞെടുക്കപ്പെട്ടു പോയത്. ഒരവസരം ഇദ്ദേഹത്തിന് കൊടുക്കാം എന്ന നിലയിലുള്ള ഒരു അഫിനിറ്റി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. ഒരു വിഭാഗം ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതൊന്നും ഇപ്പോൾ ഇവിടെ പ്യുവർ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് പദ്ധതിയൊക്കെ ഇടാം, പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് കോ പ്രകാരം എഡ്ജ് ഇപ്പോഴും ഒന്നുകിൽ UDFന് അല്ലെങ്കിൽ
വോട്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, അതാണ് തൃശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയം. സുരേഷ് ഗോപി നേടിയ വ്യക്തിപര വോട്ടുകൾക്കപ്പുറത്തേക്ക് BJPക്ക് ഒരു മുന്നേറ്റ സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന വിലയിരുത്തലുകൾ പൊതുവിൽ ഉയരുന്നു.